ഇതിലൊക്കെ ഏവർക്കും സ്വാഗതം. എങ്ങനെയാണ് കാളത്തല ഉണ്ടാക്കുകയെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ കാളത്തലകൾ പല മെറ്റീരിയൽ വെച്ചിട്ടുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇനി കംപ്ലീറ്റ് ഒരു ഒരു ടൈപ്പ് മെറ്റീരിയലിലേക്ക് മാറ്റാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ കാളത്തലകൾ ഉണ്ടാക്കിയിരിക്കുന്നതിനെ കുറിച്ച് ഏകദേശം ഒരു സാധനം. ഇതിന് അത്ര വലിയൊരു വീഡിയോ ഒന്നുമില്ല. ഇത് തെർമോക്കോൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കാളത്തലയാണ്. ഇത് കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് ഒന്നും കഴിഞ്ഞിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല. നിങ്ങൾക്കിത് കാണുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ മുകളിൽ കൂടെ വേറൊരു കോട്ടിങ് സാധനങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതിനെന്ത് ചെയ്യുന്നത് വെച്ചാൽ 2-3 നേരത്തിൽ ഈ സാധനത്തിന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒന്നല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെങ്കിൽ പുട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ. ഒന്നുണ്ടെങ്കിൽ പുട്ടിയൊക്കെ നമ്മൾ ബ്രഷിൽ കയറ്റാം, ഒരു 1/2 ഇഞ്ച് കനത്തിലൊക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുട്ടീൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ട് എന്നിട്ട് അതിൽ ഡീറ്റെയിലിംഗ് സാധനമാക്കാം. പക്ഷേ ഇതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ തന്നെ തെർമോക്കോളിൽ തന്നെ ഡീറ്റെയിലിങ്ങും സാധനവും കഴിഞ്ഞ ശേഷം പുട്ടി അടിക്കുമ്പോൾ ബ്രഷിൽ കയറ്റുന്നതായിരിക്കും നല്ലത്. മറ്റേ ഇരട്ടിപ്പണിയാണ്. ആ ഡീറ്റെയിലിങ്ങിൻ്റെ മുകളിൽ കൂടെയൊക്കെ വീണ്ടും പുട്ടി വരുമ്പോൾ അത് വീണ്ടും നമ്മൾ ആദ്യം ഡീറ്റെയിലിംഗ് സാധനമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് MC-യിൽ വെച്ചിട്ട് ഈ സാധനം കവർ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ ഡീറ്റെയിലിംഗ് ആ സാധനമൊക്കെ റെഡി ആക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതാക്കാം. എൻ്റെ കാളത്തരകൾ ഇനിയിപ്പോൾ ഉണ്ടാക്കുന്ന കാളത്തരകൾ മൊത്തം ഈ വളരെ ചെറിയ കാളത്തരകളിൽ തെർമോക്കോളുണ്ട്. അപ്പോൾ ആ സാധനമൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഒരു 20 സെൻറ്റിമീറ്റർ മുകളിൽ വലിപ്പമുള്ളത്. ഇപ്പോൾ ഇതൊരു 25 സെൻറ്റിമീറ്റർ വരും കേട്ടോ അതിൻ്റെ ഒരു വലിപ്പം. ഏകദേശം ഒരു 20 സെൻറ്റിമീറ്ററിന് മുകളിൽ വലിപ്പമുള്ള കാളത്തരകൾ കംപ്ലീറ്റ് ഫൈബറിൽ അടിക്കാനുള്ള പ്ലാനാണുള്ളത്. ഇപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ അത് പല തരത്തിലുള്ള കാളത്തരകൾ. ഇപ്പോൾ ഒരേ ടൈപ്പിൽ ഉണ്ടാക്കുന്നതിന് പകരം പല ടൈപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. കാളത്തരകൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ തെർമോക്കോളിൽ മാത്രമൊന്നുമല്ല, കട്ട് ചെയ്യാൻ എളുപ്പം തെർമോക്കോളാണ്. അതല്ലെങ്കിൽ നമുക്ക് മൾട്ടിവുഡിൻ്റെ ആ പീസുകളൊക്കെ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരങ്ങൾ, ഇപ്പോൾ ഉപയോഗിക്കാം, ഏതെങ്കിലും മരം. തൽക്കാലം നമുക്ക് ഒരു ഇത് ഉണ്ടാക്കില്ലേ, പ്ലാവ് വേണമെങ്കിൽ എടുക്കാം. മുരുക്ക് കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ്. മുരുക്ക് അതിലൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ കാളത്തലകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. മുരുക്കൊക്കെ എന്താ വെച്ചാൽ വെയിറ്റും കുറവാണ്. പിന്നെ ചില കാളത്തലകൾ വിള്ളുട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. മരം കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴൊക്കെ എല്ലാ മരങ്ങളും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ചില ആൾക്കാർ ഈ പമ്പരം ഉണ്ടാക്കണ മാതിരി പേരക്കട അതുകൊണ്ടൊക്കെ കാളത്തല ഉണ്ടാക്കുന്നത് നല്ല വെയിറ്റ് വരും സാധനം. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിറ്റ് നന്നായിട്ട് വരും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തെർമോക്കോൾ കൊണ്ട് വെച്ചുണ്ടാക്കുന്ന കൂടെ എന്താ വെച്ചാൽ ലോ വെയിറ്റ് സാധനമായിരിക്കും. പക്ഷേ അത് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ശ്രദ്ധിക്കണം. ഹാൻഡിൽ വിത്ത് കെയർ എന്ന സാധനമുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ കൂടെ ഇങ്ങനെ ഓരോ ലെയറായിട്ട് എന്തെങ്കിലും പുട്ടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞല്ലോ പ്ലാസ്റ്റർ പാരീസോ അല്ലെങ്കിൽ MC-യിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. അപ്പം നമ്മളെന്തായാലും ഫൈബറിലാണ് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഉള്ള കാളത്തരകൾ മൊത്തം ഫൈബർ അടിക്കാനുള്ള പരിപാടിയാണ്. കാളത്തരകൾ ആവശ്യമുള്ളവർ പറയാം. കാളത്തരകൾ മാത്രമല്ല, പല സൈസിലുള്ള, പല ഷേപ്പിലുള്ള, പല മോഡലിലുള്ള ഇണക്കാളുകൾ മൊത്തം ഫൈബറിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് മൾട്ടിവുഡിലും അതേപോലെ തന്നെ തെർമോക്കോളിലും അങ്ങനെ പല മെറ്റീരിയലുമാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. കംപ്ലീറ്റ് ഫൈബറിൽ ഫോക്കസ് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഒരു മൈൻഡിലുള്ളത്. അപ്പോൾ കാണാം.